أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وعلى أئمة المتقين. പ്രിയമുള്ള ജംഅ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, നമ്മുടെ 21ാമത്തെ ജമ്മിന്റെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മുത്തലഖും മുഖയ്യിദുമായുള്ള ചർച്ച. ഖാലൽ മുസന്നിഫു റഹ്മഹുല്ല പറയുന്നു, വഅലൽ ഫർഖി ബൈനൽ മുത്തലഖി വൻ നക്കിറ. മുത്തലഖ്, നക്കിറ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഫർക്ക് അനുസരിച്ച് ഫർക്കിന്റെ മേലിൽ ഉസൂബിൽ മന്തിഖീന തർക്കശാസ്ത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മന്തിഖീങ്ങൾക്ക് വഴികളുണ്ട്. ഉൽ ഉസൂലിയീന അടിസ്ഥാന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും എന്തുണ്ട്, അതിന് പല വഴികളുമുണ്ട്. വകദൽ ഫുഖഹാഉ ഇതുപോലെ തന്നെ ഫുഖഹാക്കൾക്കും അതിനെക്കുറിച്ചുള്ള വഴികളുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് ഇവർക്കുള്ള വഴികൾ. ഹൈസുസ്തഖ്തലഹു അവര് വിഭിന്നമായിടത്ത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് വിഭിന്നമായിട്ടുണ്ട്, പല വിവിധ അഭിപ്രായങ്ങളാണ് മുത്തലഖ് നക്കിറ എന്നതിന്റെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ. എവിടെ ഒരു എതിരായത്? ഫീമൻ ഖാല ലിംറഅതിഹി, ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇൻകാന ഹംലുക്കി നിന്റെ ഗർഭം ദക്കറൻ അത് ആൺകുട്ടിയാണ് എങ്കിൽ അൻതി താലിഖുൻ നീ വിവാഹമോചിതയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫക്കാന ദക്കറൈനി അവളുടെ ഗർഭം 2 ആൺകുട്ടിയായി വന്നു. ഖീല എന്നാൽ ഈ പറഞ്ഞവരിൽ അഭിപ്രായം ഒന്ന്, ലാ തത്ലുഖു അവളെന്താവുകയില്ല, തലാഖുടയവളാവുകയില്ല, വിവാഹമോചിതയാവുകയില്ല. കാരണം നദറല്ലി തെങ്കീരി നെക്കിറയാക്കലിലേക്ക് നോക്കിയതിന് വേണ്ടി ദക്കറൻ എന്ന് ദക്കിറയാക്കി പറഞ്ഞിരിക്കുകയല്ലേ. എങ്ങനെ നക്കിറ? അൽ മുഷ്ഇരി ബി തൗഹീദി ഒറ്റയാവൽ കൊണ്ട് അറിയിക്കുന്നൊരു നെക്കിറ. ദക്കറൻ ഒറ്റയാവുക, ഒരാൺകുട്ടി എന്നതാക്കുക. അത് ഒറ്റയാവുക എന്നതുകൊണ്ട് അറിയിക്കുന്ന ഒരു നെക്കിറയായ ഒരു ഇസ്മല്ലേ ദക്കറൻ. ഇവിടെ വന്നത് ദക്കറൈനി അല്ലേ? അങ്ങനെ വരുമ്പോൾ ദക്കറൻ എന്നതിലേക്ക് നോക്കുമ്പോൾ പിന്നെ 2 ആൺകുട്ടിയായതുകൊണ്ട് അവൾ തലാഖുടയവളാവുകയില്ല. ഫഖീല പറയപ്പെട്ടിട്ടുണ്ട്, തത്ലുഖു അവൾ തലാഖ് വിവാഹമോചിതയാവും. ഹാംലൻ അലൽ ജിൻസി ദക്കറൻ എന്ന് പറഞ്ഞ ജിൻസല്ലേ, അത് 2 ആയാലും 3 ആയാലും 1 ആയാലും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു വർഗമല്ലേ ദക്കർ. അതിന്റെ മേൽ ചുമത്തിയിട്ട് അവർ 2 ആൺകുട്ടിയെ പ്രസവിച്ചു, അപ്പൊ പിന്നെന്താ, ജിൻസായില്ലേ. ആ നിലക്ക് നോക്കുമ്പോൾ അവൾ തലാഖുടയവളാണ് എന്നാ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട് ഫുഖഹാക്കൾ. ആ അടിസ്ഥാനത്തിലാണ് ഫുഖഹാക്കൾക്കും അതിൻ്റെതായ വഴികളുണ്ട്. അപ്പൊ ഇവിടെ മുത്തലഖ്, നക്കിറ ഇങ്ങനെ പല വ്യത്യസ്തമായ രൂപത്തിലാണ് കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഉള്ളത്. വമിൻ ഹുന പണ്ഡിതന്മാര് ഇവിടെ അഭിപ്രായ വ്യത്യാസമായ കാരണത്തിന് വേണ്ടി യുഅലമു അറിയപ്പെടാം എന്ത്, അന്നൽ ലഫ്ളൽ മുത്തലഖ വൻ നക്കിറ മുത്തലഖ് എന്നതിന്റെയും നിക്കിറ എന്നതിന്റെയും പദം വാഹിദുൻ ഒന്നായിട്ടാണ് വരുന്നത്. മുത്തലഖ് കൈദില്ലാതെ പറയാ, ഒന്നിന് കൊടുത്ത് കൈദില്ലാതെ പറയാ. നക്കിറ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പറയാൻ പറ്റുക, അതിനെല്ലാ ഫർദ് ഉൾപ്പെടുത്തും, അങ്ങനത്തെ ഒരു ജിൻസ്. അത് മുത്തലഖിലും അങ്ങനെ തന്നെയല്ലേ എന്നാ. അപ്പൊ രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ലഫ്ള്. പിന്നെ അന്നൽ ഫർഖ ബൈനഹുമ മുത്തലഖ്, നക്കിറ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഫർഖ് ബിൽ ഇഅ്തിബാരി അത് ഇഅ്തിബാറിനനുസരിച്ചാ. ഇഅ്തിബാർ എന്ന് പറഞ്ഞാൽ പരിഗണിക്കൽ കൊണ്ട്. ആരെ പരിഗണന? മുത്തലഖ്, നക്കിറ ആരാണോ വെച്ചത് എങ്കിൽ ഷായർ അങ്ങനെ വെച്ചു. അപ്പൊ ശറഇൽ അങ്ങനെ മുത്തലഖും നക്കിറയും ഉണ്ട്. ഈ മുത്തലഖ്, നക്കിറ അങ്ങനെ പരിഗണന വാളിന്റെ പരിഗണന കൊണ്ടാണ് വ്യത്യാസം, സംസാരിക്കുന്ന മുത്തക്കല്ലിമിന്റെ പരിഗണനയല്ല. അപ്പൊ ഇനി ഉഅ്തിബറ ഫിൽ ലഫ്ളിൽ പരിഗണിക്കപ്പെട്ടാൽ ദലാലത്തുഹു അലൽ മാഹിയതി ബിലാ ഖൈദിൻ ഒരു ഖൈദുമില്ലാതെ, ഖൈദ് എന്ന് പറഞ്ഞാൽ 1 എന്നൊക്കെ കൂട്ടി പറയാം, 1, 2 ഇങ്ങനെ അതത് ഇത്രേ എന്ന് കണക്ക് കൂട്ടാത്ത രൂപത്തിൽ ഹഖീഖത്തിന്റെ മേലിൽ ആ ലഫ്ള് അറിയിക്കുന്നു. ആ അറിയിക്കലിനെയാണ് അവിടെ പരിഗണനയെങ്കിൽ സുമ്മിയ മുത്തലഖൻ എന്ന ആ ലഫ്ളിന് പറയുന്ന പേര് മുത്തലഖ് എന്നാണ്. അല്ല, അതോടൊപ്പം തന്നെ ഇസ്മു ജിൻസ്
ജിൻസിന് പറയുന്നൊരു പേര് എന്നും അതിന് പേര് വെക്കാം. ഐലൻ മുത്തലഖ് എന്ന് പറയുന്നത് പോലെ ഇസ്മ ജിൻസ്, ജിൻസിന്റെ ഇസ്മ എന്നും അതിന് പറയാം. കമാ തഖദ്ദമ, അത് മുന്തി പറഞ്ഞു പോയിട്ടുണ്ട്. ഔ മഅൽ ഔ മഅ ഖൈദിൽ വഹ്ദ അശ്ശാഇഅതി, ഒന്ന് എന്ന ഖൈദാണ്. ഒന്ന് ഇപ്പൊ ദക്കറൻ നമ്മളെടുക്കുക ഒന്ന് എന്നുള്ള അവിടെ. പക്ഷെ ആ ഒന്ന് എന്നുള്ളത് സാഇയത്തുൻ വ്യാപകമായിട്ടാണ്. ദക്കറൻ എന്ന് പറയുന്നതിന് എവിടൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ ദക്കറന്നല്ലേ. അപ്പൊ ജിൻസിന്റെ ഇസ്മായി ഇങ്ങനെ ഒന്ന് എന്ന ഒരു ഖൈദോടുകൂടെ വ്യാപകമായി നിൽക്കുന്ന രൂപത്തിലുള്ളതാണ് എങ്കിൽ സുമ്മിയ ആ ഒരു ലഫ്ദിന് നെക്കിറ എന്നും പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇങ്ങനെ പരിഗണന വെച്ചുകൊണ്ട് വാളിയ എങ്ങനെയാണോ വെച്ചതെങ്കിൽ ആ പരിഗണന അനുസരിച്ച് മുത്തലഖും നിക്രയും തിരിക്കാം. ലഫ്ദ് ഒന്നാണെങ്കിലും അപ്പൊ ആശയത്തിലാണ് മാറ്റം വരുന്നത്. വൽ ആമിരിയു വബ്നുൽ ഹാജിബ്, ആമിരിയും ഇബ്നു ഹാജിം ഈ രണ്ട് ഇമാമിങ്ങൾ എന്തു ചെയ്യുന്നു? യുനക്കിറാനി അൽ അവൽ, ആദ്യത്തതിനെ അവർ എന്താക്കുന്നു? നെക്കിറിയാക്കി കൊണ്ടുവരുന്നു. ഏതാണ് ആദ്യത്തേത്? ഖൈദില്ലാതെ ഒരു ഹഖീഖത്തിന്റെ മേൽ അറിയിക്കുക, ഇതാണല്ലോ ആദ്യത്തേത്. ഇതിനെ അവർ നെക്കിറിയാക്കുന്നു. എന്തിന്? ഫീ മുസമ്മൽ മുത്ലഖ്, മുത്തലഖിന്റെ മുസമ്മ. മുത്തലഖ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടല്ലോ, മുസമ്മ, അതേതിന്റെ മേൽ അറിയിക്കുന്ന മുസമ്മ. ആ മുസമ്മയിൽ എന്താക്കുന്നു? ഖൈദില്ലാതെ മാഹിയത്ത് എന്ന് പറഞ്ഞാൽ ആ മുത്തലഖിന്റെ ഹഖീഖത്തിന്റെ മേൽ അറിയിക്കുന്നതിനെ അവർ എന്താക്കുന്നു? നിക്രിയാക്കുന്നു. അല്ല, നിഷേധിക്കണം. അതില്ല. യുങ്കിറാനി, അവർ രണ്ടുപേരും അത് നിഷേധിക്കുന്നു ആദ്യത്തതിനെ. അപ്പൊ മുത്തലഖിന്റെ മുസമ്മയിൽ ഖൈദില്ലാതെ മാഹിയത്തിന്റെ മേൽ അറിയിക്കുക എന്നത് അവല്, അതിനെ അവർ നിഷേധിക്കുന്നു. മിൻ അംസിലത്തിൽ ആത്തിയത്തി വനഹ്വിഹ, അതിന്റെ ഉദാഹരണം ശേഷം വരുന്ന ആ ഉദാഹരണത്തിൽ നിന്നും അതുപോലത്തതിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്നിട്ടോ യജ്അലാനിഹി, ആ മുത്തലഖിനെ അവർ ആക്കും, എന്താക്കും? അസാനിയ, രണ്ടാമത്തതാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ വഹദത്ത്, ഒന്ന് എന്ന് ഖൈദോടുകൂടെ മാഹിയത്തിന്റെ മേൽ അറിയിക്കുന്നു. അപ്പൊ അതിനെന്താക്കും? ഒല് നിക്രിയാക്കി മാറ്റും ആ മുത്തലഖിനെ എന്നാണ്. ഫയദുല്ലു ഇൻദഹുമ, അപ്പോ ആമിദിയുടെയും ഇബ്നു ഹാജിബിന്റെയും രണ്ടുപേരുടെയും അടുക്കൽ അതറിയിക്കുന്നത് അലൽ വഹ്ദത്തി സാഇഅതി, വ്യാപകമായി നിൽക്കുന്ന ഒന്ന് അല്ലേ, അതിന്റെ മേലാണ് ആ മുത്തലഖ് അറിയിക്കുന്നത്. അപ്പൊ മുത്തലഖ് എന്ന് പറഞ്ഞാൽ നെക്കിറ എന്നേ ഉള്ളൂ, അല്ലാതെ രണ്ടും രണ്ടല്ല എന്നാണ് ഇവർ വെക്കുന്നത്. എന്താ വൈരിഹിമ, ഈ രണ്ട് ഇമാമിങ്ങൾ അല്ലാത്തവരുടെ അടുക്കൽ എന്താണ് അതറിയിക്കുന്നത്? ആലഫദ് അൽ മാഹിയത്തി ബിലാ ഖൈദിൻ എന്ന, ബിലാ ഖൈദിൻ, ഖൈദ് കൂടാതെ ഒരു നിബന്ധനയും ഇല്ലാതെ ഒരു ഹഖീഖത്തിന് മേൽ അറിയിക്കുന്നു എന്നതാണ്. അങ്ങനെ വരുമ്പോ അത് മുത്തലഖ്. ഖൈദോടുകൂടി വന്നി എന്ന ഖൈദോടുകൂടി വ്യാപകമായ ഖൈദിന്റെ മേൽ വാഹിദത്തിന്റെ മേൽ അറിയിക്കണം നിക്റ, ഇങ്ങനെയാണ്. വൽ വാഹിദത്തു, പിന്നെ വാഹിദത്ത് ഒന്നോടെ വരുന്നത് ലറൂരിയത്തുൻ, അത് ലറൂരിയത്താണ്. ലറൂരിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് മാഹിയത്ത് ഉണ്ടാകലിനെ തേടുന്ന അവസരത്തിൽ അതുണ്ട് ആ വാഹിദത്ത്. അവിടെ മാഹിയത്ത് ഹഖീഖത്ത് ഉണ്ടാവണം. ആ ഹഖീഖത്ത് ഉണ്ടാവലിനെ തേടുന്ന അവസരത്തിൽ അത് ലറൂറത്തായി വരുന്നു. അതേസമയത്ത് ഹഖീഖത്തിന്റെ മേൽ വിധി നടപ്പാക്കുന്നുണ്ട്. ആ വിധിക്കുന്ന സമയത്ത് ആ വാഹിദത്ത് ലറൂരിയത്ത് അല്ല. അങ്ങനെ പറയാൻ കാരണം ഇത് ലാ വുജൂദാലിൽ മാഹിയത്തിൽ മത്ലൂബത്തി ബി അഖല്ല മിൻ വാഹിദിൻ, ഒന്ന് എന്നതിനേക്കാൾ ചുരുങ്ങിയൊരു സംഖ്യ ഇല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒന്നല്ലേ. ഈ ഒന്നിനേക്കാൾ ചുരുങ്ങിയത് കൊണ്ട് തേടപ്പെടുന്ന ഒരു മാഹിയത്തിനുള്ള വുജൂദേ ഇല്ല. അതുകൊണ്ട് ആ മാഹിയത്തുണ്ടാവലിന് ദറൂറത്തായി വരുന്നു എന്ത്? വഹദത്ത്. വൽ അവൽ, ആദ്യം പറഞ്ഞത് മുവാഫിഖുൽ കലാമി അഹിൽ അറബിയ, അറബി ആളുകളുടെ കലാമുമായി യോജിച്ചു വരുന്നതാണ് ആദ്യം പറഞ്ഞത്. വത്തസ്മിയത്ത് അലൈഹി ബിൽ മുത്ലഖ്, പിന്നെ അതിന്റെ മേലിൽ മുത്ലഖ് എന്നതുകൊണ്ട് പേര് വെച്ച് വരുന്നത്. മുഖാബലത്തിൽ മുഖയ്യദി, മുഖയ്യദ് എന്നതിന് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് പറയുന്നതാ. മുഖയ്യദ് വരുന്നുണ്ട്, അതിന് നേരെ ഇതിൽ എന്താ പറയാ? മുത്ലഖ് എന്നാണ് അതിന് പേര് വെക്കുക.
അപ്പൊ ആദ്യം പറഞ്ഞത് തന്നെയാണ് അവരുടെ അടുക്കൽ എന്താണ് ഖൈദില്ലാതെ ഒരു മാഹിയത്തിന്റെ മേലിൽ അറിയിക്കുന്നത് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങൾ. നവഉദൂലുൽ മുസന്നിഫി ഫി നഖ്ലി അനിൽ ആമിരി വബിൻ ഹാജിബി, ഇബ്നു ഹാജിബിന്റെയും ആമിരി ഇമാമിന്റെയും തൊട്ട് ഉദ്ധരിക്കുന്നതിൽ ഇമാം തെറ്റി. അമ്മ ഖാലാഹു, അവർ രണ്ടും പേര് പറഞ്ഞതിനെ തൊട്ട്. എന്താ രണ്ടുപേരും പറഞ്ഞത്? തഅരീഫ്, അവർ മഅരിഫയാക്കുക എന്നൊരു കാര്യം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അത്തരം തഅരീഫ് നിർവചനം അവർ രണ്ടുപേരും പറഞ്ഞൊരു നിർവചനമുണ്ട്. ആ തഅരീഫിനെയും വിട്ട് മുസന്നിയുടെ തെറ്റി. എവിടേക്ക്? ഇലാ ലാസിമിഹി സാബിഖി, മുമ്പ് പറഞ്ഞ ആ തഅരീഫിന ലാസിമായി വരുന്നതിലേക്കാണ് പോയത്. അതെടുത്തില്ല, ലാസിമിലേക്ക് പോയി. എന്താ മുമ്പ് പറഞ്ഞത്? അതായത് വ്യാപകമായുള്ള ഒരു വഹദത്ത്, എല്ലാത്തിനും പറയാൻ പറ്റുന്നല്ലേ, എല്ലാ ഫർദുകൾക്കും വഹദത്ത്. അങ്ങനെ വ്യാപകമായി നിൽക്കുന്ന ഒരു വഹദത്തിന്റെ മേൽ അറിയിക്കുന്നത് എന്നാ മുമ്പ് പറഞ്ഞത്. അതാണ് ആ മുമ്പ് അതിന്റെ ലാസിമായിട്ട് ഇവിടെ മാറി ലാസിമിലേക്ക് പോകാൻ കാരണം എന്താണ്? അങ്ങനെ പറയാനല്ലേ, അന്നൽ വഹദത്ത് സാഇഅ, വ്യാപകമായി നിൽക്കുന്ന വഹദത്ത് ബഅദ് മഅന നക്കിറ, നക്കിറയുടെ അർത്ഥത്തിന്റെ ബഅദായിട്ട് വരും. നക്കിറ എന്ന് പറഞ്ഞാൽ എന്താ? വർഗത്തിന് പറയാൻ പറ്റുന്ന ഒന്ന് എന്നല്ലേ. ആ വർഗത്തിന് പറയാൻ പറ്റുന്ന ഒരു അർത്ഥം എന്നല്ലേ നക്കിറ. അതിന്റെ ബഅദായിട്ട് വരും വ്യാപകമായി നിൽക്കുന്ന വഹദത്ത്. ആരുടെ? ആമിരി ഇമാമിന്റെ നിർവചനത്തിൽ. എങ്കിൽ ഇബ്നു ഹാജിബിന്റെ ഖൗലിൽ വ്യാപകമായി നിൽക്കുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിന്റെ ബഅദായിട്ട് വരും ഈ വഹദത്ത് എന്ന്. മാദല്ല അലാ സാഇന, വ്യാപകമായതിന്റെ മേൽ അറിയിക്കുന്ന ഒന്ന് എന്നതാണ് ഇബ്നു ഹാജിബിന്റെ ഖൗല്. ആ ഇബ്നു ഹാജിബിന്റെ ഖൗല് പ്രകാരം ആ ഒരു വ്യാപകമായി നിൽക്കുന്ന ഒരു ആശയത്തിൽ ചിലത് എന്നതാണ് വഹദത്ത്, വ്യാപകമായി നിൽക്കുന്ന വഹദത്ത് എന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഖൗലുണ്ട്. അതിന്റെ ലാസിമിലേക്കാണ് മുസന്നിഫ് തെറ്റിയത്. എന്തിന്? യുബ്ന അലൈഹി ഖൗലുഹു, മുസന്നിഫിന്റെ ഖൗല് അതിന്റെ മേലൊന്ന് എടുത്തുകൊണ്ടുവരണമെങ്കിൽ ആ ലാസിമിലേക്ക് തെറ്റണം. നേരെ തഅരീഫിലേക്ക് തെറ്റിയതിന് കഴിയൂല. വഇല്ലം യതഅറള ലിൽ ബിനാഇ, അങ്ങനെ ഒരു ഖൗൽ എടുത്തുകൊണ്ടുവരലിലേക്ക് ഇബ്നു ഹാജിബും ആമിരി ഇമാമും വെളിവായിട്ടില്ല എങ്കിലും മുസന്നിഫിന്റെ ഖൗൽ അവിടെ ഉണ്ട്. ആ ഖൗൽ കൊണ്ടുവരണമെങ്കിൽ അവര് പറഞ്ഞ ആ നക്കല് മാറ്റിയിട്ട് അതിന്റെ ലാസിമിലേക്ക് തന്നെ തെറ്റണം. അതുകൊണ്ടാണ് ഇവിടെ ലാസിമിലേക്ക് പോയത്. വമിൻ തമ്മ, ആ കാരണത്തിന് വേണ്ടി തന്നെ ഐ മിൻ ഹുന, ഇവിടെയുള്ള കാരണത്തിന് വേണ്ടി. എന്താണ് കാരണം? ഓമമാഹു ബിൻ ഹാജിബും ആമിരിയും വാദിച്ചതാണ്. എന്ത്? മിൻ ദലാലത്തിൽ മുത്ലഖി അലൽ വഹദത്തി സാഇഅത്തി, വ്യാപിക്കുന്ന ഒരു വഹദത്ത് ഒന്ന്, അതിന്റെ മേലിൽ മുത്ലഖ് അറിയിക്കുക എന്നുള്ളതാണ് അവർ രണ്ടുപേരും വാദിച്ചത്. ആ ഒരു കാരണത്തിന് വേണ്ടി ഖാല, മുസന്നിഫ് പറഞ്ഞു, അൽ അംറു ബി മുത്ലഖിൽ മാഹിയ, ഒരു മാഹിയത്ത് ഹഖീഖത്തിന്റെ മുത്ലഖ് കൊണ്ടുള്ള കൽപ്പന. ഏതുപോലെ? കല്ലർബി മിൻ ഗൈരി ഖൈദിൻ, ഒരടിയൊന്നും പറഞ്ഞിട്ടില്ല, ഖൈദില്ലാത്തതായ അടി എന്നതാണ്. ഖൈദില്ലാത്തതായ നിബന്ധനയൊന്നുമില്ലാത്ത അടി എന്ന് പറഞ്ഞാൽ മാഹിയത്തിന്റെ മുത്ലഖ് എന്താണ് എന്നതിലേക്ക് ഉദാഹരണമാണ് അത്. അതെങ്ങനെ മുത്ലഖ് മാഹിയത്തിന്റെ മുത്ലഖാവുക? അതിന്റെ ഖരീനത്തെന്താ? മിൻ ഗൈരി ഖൈദിൻ എന്ന് മുസന്നിഫ് കൊടുത്തില്ലേ? അപ്പൊ അതിന്റെ ഉദ്ദേശം മുത്ലഖുൽ മാഹിയത്തിന്റെ ഉദാഹരണമാണ്. ആ മുത്ലഖുൽ മാഹിയത്ത് കൊണ്ടുള്ള കൽപ്പന, അടിക്ക് എന്നതാ കൽപ്പന. അവിടെ മുത്ലഖുൽ മാഹിയത്ത് കൊണ്ടുള്ള കൽപ്പന അംറും ബി ജുസ്ഇയ്യിൻ മിൻ ജുസ്ഇയ്യാതിഹാ എന്നതാ. ആ മാഹിയത്തിന് ഒരുപാട് ജുസ്ഉകളുണ്ട്. ആ ജുസ്ഇയ്യാത്തിൽ നിന്ന് ഒരു ജുസ് കൊണ്ടുള്ള കൽപ്പനയാണ് അത് എന്ന് വെക്കണം. ഏതുപോലെ? കല്ലർബി ബി സൗത്തിൻ ഔ അസാ ഗൈരി ദാലിക എന്ന. വടി, ചാട്ടവാർ, ഇതല്ലാത്ത മറ്റു പലതുകൊണ്ടൊക്കെ അടിക്കുക. അതൊക്കെ ഇപ്പൊ എന്താണ്? അതിന്റെ ജുസ്ഇയ്യാത്തിൽ പെട്ടതല്ലേ? അടിക്കുക എന്ന ഒരു മാഹിയത്തിന്റെ ജുസ്ഇയ്യാത്തിൽ പെട്ടതാണ്. ഏത്? ഈ ജുസ് ആണ് അടിക്കുക. ചാട്ടവാറ് കൊണ്ടടിക്കുക, വടി കൊണ്ടടിക്കുക, അതൊക്കെ ജുസ്ഇയ്യല്ലേ? എന്നതുപോലെ മാഹിയത്തിന്റെ മുത്ലഖ് കൊണ്ട് കൽപ്പനയുണ്ടെങ്കിൽ അത് ജുസ്ഇയ്യാത്ത് കൊണ്ടുള്ള ജുസ്ഇ കൊണ്ടുള്ള കൽപ്പനയാണ്. കാരണം എന്താ? ലി അന്നൽ മഖ്സൂദ, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അൽ വുജൂദു, അടി ഉണ്ടാവുക എന്നുള്ളതാണ്.
ഉണ്ടാവണം. അത് ചാട്ടവാറ് കൊണ്ടോ ഏതുകൊണ്ടോ അടിച്ചാലും ഉണ്ടാവുമല്ലോ. പല ബുജൂദരിൽ മാഹിയത്തി, ആ മാഹിയത്തോടെ ഹഖീഖത്തുണ്ട്, വെറുബിന് ഹഖീഖത്തുണ്ട്, ആ ഹഖീഖത്തുണ്ടാവലല്ല. വഇന്നമാ തൂജദു ജുസ്ഇയ്യാത്തുഹാ, അപ്പോ ആ മാഹിയത്തോടെ ഉണ്ടാവൂല. പിന്നെന്താ ഉണ്ടാവുക? മാഹിയത്തിന്റെ ജുസ്ഇയ്യാത്തുകളെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ജുസ്ഇയ്യാത്ത് ഉണ്ടാകും. മാഹിയത്തിനെയാണ് വുജൂദ് വെക്കുന്നതെങ്കിലും മാഹിയത്തിന്റെ വുജൂദ് ഇവിടെ ഇല്ല. മാഹിയത്തിന്റെ ജുസ്ഇയ്യാത്തുകൾ ഏതാണോ അതിനെ ഇവിടെ എന്തുണ്ടാവുകയുള്ളൂ? വുജൂദുള്ളൂ. അപ്പൊ പയക്കുൽ അംറു ബിഹാ, അപ്പൊ ആ മാഹിയത്ത് അടിക്കണം എന്നൊരു മാഹിയത്തുണ്ട്, ആ മാഹിയത്തുള്ള കൽപ്പനയാവുക. അംറം ബി ജുസ്ഇയ്യില്ല, ആ മാഹിയത്തിനുള്ള ജുസ് ഏതൊക്കെ? ചാട്ടവാറ് കൊണ്ടുള്ള അടി, വടി കൊണ്ടുള്ള അടി, ചെരുപ്പ് കൊണ്ടുള്ള അടി, കൈ കൊണ്ടുള്ള അടി, ഇതൊക്കെ ജുസിയാത്തുകളാ. ഇത്തരം ജുസി കൊണ്ടുള്ള കൽപ്പന ആവുകയുള്ളൂ. വലൈസ എങ്കിൽ, വലൈസ ഖൗലുഹുമാ ദാലിക ബിശൈ, എങ്കിൽ അവർ രണ്ടുപേരും പറഞ്ഞ ഇബ്നു ആജിബ്, ആമിദി എന്നീ പറഞ്ഞ ഇമാമിങ്ങൾ പറഞ്ഞ ഖൗല് ഒന്നുമല്ല. ഒരു പറഞ്ഞത് ജുസിയാത്തുകൾക്കുള്ള വജൂദ്, മാഹിയത്തിന് വജൂദില്ല. അപ്പൊ മാഹിയത്ത് കൊണ്ടുള്ളതായ കൽപ്പന ജുസു കൊണ്ടുള്ള കൽപ്പനയാകുമെന്നല്ലേ രണ്ട് ഇമാമികൾ പറഞ്ഞ അഭിപ്രായം വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പറയുന്ന ഒരു കൗലുമല്ല, മുസന്നിഫ് എതിർക്കുന്നു. അത് രണ്ടും ഒരു കൗലേ അല്ല. എന്തുകൊണ്ട്? ലിവുജൂദിൽ മാഹിയത്തി, ഇവിടെ മാഹിയത്ത് ഉണ്ടല്ലോ. ബി വുജൂദി ജുസ്ഇയ്യാത്തിഹ, ജുസ്ഇയ്യാത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അതോടൊപ്പം അതിന്റെ മാഹിയത്തും ഇവിടെ ഉണ്ട്. ജുസ്ഇയ്യാത്ത് മാത്രമേ ഉണ്ടാകുള്ളൂ, മാഹിയത്തിന് വുജൂദ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കാരണം ആ മാഹിയത്ത് എന്താണ്? ജുസ്ഉഹു, ആ മാഹിയത്തല്ല ജുസ്ഇയ്യാത്ത് ഉണ്ടാവൽ കൊണ്ട് മാഹിയത്ത് ഉണ്ടാവുന്നു. മാഹിയത്തിന്റെ ഉണ്ടാവൽ, അപ്പൊ ജുസ്ഇന്റെ ആ ജുസ്ഉഹു, അത് മാഹിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെന്താകും? അവിടെ ഉണ്ടായ ജുസ്ഇന്റെ ജുസ് ആയിട്ട് വരും. വ ജുസ്ഉൽ മൗജൂദി, അപ്പൊ ഇവിടെ മൗജൂദായത് ഏതാണ്? ജുസ്ഇയ്യത്തല്ലേ. ആ ജുസ് മൗജൂദാകുമ്പോൾ അതിന്റെ ജുസ് അല്ലേ എന്ത് വരിക? മാഹിയത്ത് വരിക. അപ്പൊ മൗജൂദിന്റെ ജുസ് മൗജൂദായല്ലോ, അപ്പൊ ഇവിടെ ജുസ് ഉണ്ടാവൽ കൊണ്ട് മാഹിയത്തുണ്ടല്ലോ എന്നായി. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, അംറും ബികുല്ലി ജുസ്ഇയ്യിൻ, ജുസ്ഇ മുഴുവൻ കൊണ്ടാണ്, ലഹ അതിനുള്ള ഹഖീഖത്തിനുള്ള ജുസ് മുഴുവൻ കൊണ്ടാണ്, വെറും ഒരു ജുസ് കൊണ്ടുള്ള കൽപ്പനയല്ല. എന്തുകൊണ്ട്? മാഹിയത്തിന്റെ മുത്തല കൊണ്ടുള്ള കൽപ്പന വരുമ്പോൾ അത് മുഴുവൻ കൊണ്ട് തന്നെയാണ് കൽപ്പിക്കുന്നത്. എന്നാ അങ്ങനെ പറയാൻ കാരണം കീലക്കാർക്കുള്ള ന്യായം അത് മുഴുവനും ഉൾപ്പെടുത്തണം എന്നതുകൊണ്ടുള്ള ഒരു കൈത് ഇല്ല എന്നിവിടെ അറിയിച്ചില്ലേ? അങ്ങനെ അറിയിക്കുമ്പോൾ പിന്നെന്താണ്? ജുസ്ഇയ്യാത്തും മുഴുവൻ കൊണ്ടുള്ള കൽപ്പന എന്ന് വെക്കാം. വഖീല, പറയപ്പെടുന്ന മറ്റൊരു അഭിപ്രായം, മാഹിയത്തുൽ മുത്തലഖ് കൊണ്ടുള്ള കൽപ്പന ഇതിനും ഫീഹി, ആ ജുസ്ഇയ്യത്തിലുള്ള കൽപ്പനയാണ്, ജുസ്ഇയ്യത്തിലുള്ള അനുമതിയേ ഉള്ളൂ. ആ ജുസ് ഫീ കുല്ലി ജുസ്ഇയ്യിൻ, എല്ലാ ജുസ്ഇലും ഒരു കൽപ്പനയുണ്ട് എന്ത്? അയ്യഫ്അല, ചെയ്യണം എന്നുള്ളത്. വയഖ്റുജ അനിൽ ഹുദത്തി ബി വാഹിദിൻ, ചെയ്യണമെന്ന് കൽപ്പന എല്ലാം കൊണ്ടും. പക്ഷേ ആ ഒന്നെടുത്തുങ്ങാണ്ട് ചെയ്താൽ അങ്ങനെയുള്ളതായ ഒരു ഹുദത്തുണ്ട്, അങ്ങനെ ചെയ്യണമെന്നൊരു കൽപ്പനയുണ്ടല്ലോ, വാക്താരൊക്കെ, അതിനെ തൊട്ട് പുറത്തു പോവുകയും ചെയ്യാം. ഒന്നെടുത്താൽ മതി, മറ്റൊന്നും വേണ്ട എന്നായി അർത്ഥം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ 21ാമത്തെ ക്ലാസ്സിലെ ജമ്മിന്റെ ചർച്ച. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഇനി നമുക്ക് തുടങ്ങാനുള്ളത് മുത്ലഖും മുഖയ്യദും ആം ഖാസും പോലെയാണ് എന്ന. ഇൻഷാ അല്ലാഹ് നാളെ തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഉപകാരമുള്ള ഇൽമു നൽകി രാജാതിരാജൻ അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ഈ ക്ലാസ് ജമ്മിന്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ വിടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ജമ്മിന്റെ 22ാമത്തെ ക്ലാസ്സാണ് ആരംഭിക്കാൻ പോകുന്നത്. മസ്അലത്തുൻ അൽ മുത്ലഖു വൽ മുഖയ്യദു കൽ ആമി വൽ ഖാസി എന്ന. മുത്ലഖ്, മുഖയ്യദ് ഇത് രണ്ടും ആമും ഖാസും പോലെയാണ്. ഏതൊക്കെ വിഷയത്തിൽ? ഫമാ ജാസ തഖ്സീസുൽ ആമി ബിഹി യജൂസു തഖ്യീദുൽ മുത്ലഖി ബിഹി വമാ ലാ ഫലാ. ആമിനെ എന്തുകൊണ്ടൊക്കെ തഖ്സീസാക്കാൻ പറ്റുമോ അതൊക്കെ മുത്ലഖയും ഖൈദാക്കാൻ പറ്റും. ആമിനെ എന്തുകൊണ്ട് തഖ്സീസാക്കൂലയോ എന്നാ അത്തരം കാര്യങ്ങളെ കൊണ്ട് മുത്ലഖിനെ ഖൈദാക്കുകയുമില്ല. അപ്പോൾ യജൂസു തഖ്യീദുൽ കിതാബി ബിൽ കിതാബി വബിസുന്നതി. ഖുർആനിനെ നമുക്ക് ഖൈദാക്കാം കിതാബ് കൊണ്ട് തന്നെ, സുന്നത്ത് കൊണ്ട് തന്നെ. വസുന്നതി ബിസുന്നതി വബിൽ കിതാബി. സുന്നത്തിനെ സുന്നത്ത് കൊണ്ടും കിതാബ് കൊണ്ടും ഖൈദാക്കാൻ പറ്റും. വതഖീദുഹുമാ ബിൽ ഖിയാസി. ഖിയാസ് കൊണ്ട് അത് രണ്ടിനെയും ഖൈദാക്കാൻ പറ്റും. വൽ മഫ്ഹൂമൈനി മഫ്ഹൂം മുവാഫഖ മഫ്ഹൂം മുഖാലഫ ഇതുകൊണ്ടും പറ്റും. വഫഅലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഖരീരിഹി. നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ അംഗീകാരം ഇതുകൊണ്ടൊക്കെ എന്താക്കാൻ പറ്റും? ഖൈദാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ബിഖിലാഫി മദ്ഹബി റാവി. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടകരായ സ്വഹാബിയായാലും വേണ്ടി അത് പറഞ്ഞല്ലോ, റിപ്പോർട്ടകരായ ആളുടെ മദ്ഹബിന് നേരെ എതിരുകൊണ്ട് അതുകൊണ്ട് ഖൈദാക്കൂല. റാവിയുടെ മദ്ഹബ് ഇവിടെ ഉണ്ട്, ആ മദ്ഹബിന് നേരെ എതിരാണെങ്കിൽ പറ്റില്ല. വദിക്രി ബഅദി ജുസ്ഇയ്യാത്തുൽ മുത്ലഖി. മുത്ലഖിന്റെ ജുസ്ഇയ്യാത്ത് ഒരുപാടുണ്ടാവുമല്ലോ, അതിൽ ചിലത് പറഞ്ഞു, ആ പറഞ്ഞതിന് എതിരായിട്ടും എന്താവൂല, പറ്റില്ല. അലൽ അസ്വഖ് ഫിൽ ജമീ. ഈ പറഞ്ഞതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ചായി പറയുന്നത്. യസീദുൽ മുത്ലഖു വൽ മുഖയ്യദു. ആം ഖാസ് പോലെ എന്ന് പറഞ്ഞാൽ പോരാ, അതിലേറെ കുറച്ചും കൂടി മുത്ലഖിനും മുഖയ്യദിനും കൂടുതലാവാനുണ്ട്. എന്താണ്? അന്നഹുമ, നിശ്ചയമായിട്ടും അത് രണ്ടും, മുത്ലഖും മുഖയ്യദും. ഈ മുത്ലഖും മുഖയ്യദും ഇനിത്തഹദ ഹുക്മുഹുമാ വ മൂജിബുഹുമാ. മുഖയ്യദ്, മുത്ലഖ് ഇത് രണ്ടിന്റെ വിധിയും അത് രണ്ടും ഉണ്ടായിത്തീരേണ്ട കാരണവും അതാണ് ബി കെസ്രിൽ ജീവി മൂജി. മൂജിബിന്റെ അർത്ഥം സബബിഹിമ എന്ന് വെക്കുക. ഇത് രണ്ടിന്റെയും കാരണങ്ങളും ഹുക്കുമുകളും ഒന്നായി വന്നാൽ വ കാന മുസ്ബത്തൈനി. മുഖയ്യദും മുത്ലഖും രണ്ടും മുസ്ബത്താവുകയും ചെയ്താൽ, ഉദാഹരണമായി പറയാം, കായ് യുഖാല പറയപ്പെടും പോലെ, ഫി കഫാറത്തിൽ ലിഹാരി. ഒരാൾ തന്റെ ഭാര്യയെ ലഹറാക്കി എന്ന് പറഞ്ഞ ഉമ്മയെ പോലെ ആക്കി മാറ്റുന്ന ലിഹാർ. ഈ ലിഹാറിലുള്ള കഫാറത്തിൽ അഅ്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ എന്ന് പറഞ്ഞു. അഅ്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ. നീ എന്ത് വേണമെന്നറിയാം? മുഅ്മിനായിരിക്കുന്ന ഒരു അടിമയെ നീ എന്ത് വേണം? ഇത്ഖ് ചെല്ല് എന്നതാ. ഇങ്ങനെയാക്കി, ഇങ്ങനെ കൊണ്ടുവന്നു. ഇതിപ്പോ ഒരു ഉദാഹരണമാണല്ലോ. ഇങ്ങനൊരു ഉദാഹരണം, ഇതാണ് വിധിയായി യോജിച്ചു വരിക എന്ന് പറയുന്നത്. അതേസമയത്ത് നമുക്ക് വേറൊരു വിധി നോക്കാം. ഇത് കൊല്ലുക എന്നതില് അതിലുള്ളതായിരിക്കുന്ന ഗഫാറത്തോ അതെങ്ങനെയായിരിക്കും? അവിടെ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാ. നോക്കുക ഇൻഷാ അല്ലാഹ്, കാരണം വിശദീകരിക്കാം. ഇങ്ങനെ മുസ്ബത്തായിരിക്കുക. ഒന്ന് അഅ്തിഖ് റഖബത്തൻ, മറ്റൊന്ന് അഅ്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ. ഒന്ന് മുഖയ്യദിൽ, ഒന്ന് മുത്ലഖിൽ. അത് കൂട്ടിക്കുക. രണ്ടിലും വിധി ഒന്നാണ്. അതോടൊപ്പം തന്നെ രണ്ടിന്റെയും സബബ് രണ്ടായി, രണ്ടല്ല ഒന്നായി. ഇങ്ങനെ വരികയാണ് എങ്കിൽ വതഅഖറൽ മുഖയ്യദു, രണ്ടിന്റെയും കാരണം ഒന്നായി, വിധി ഒന്നായി, രണ്ടും മുസ്ബത്തായി. പിന്നെ വിഷയം എന്താ? വതഅഖറൽ മുഖയ്യദു അൻ വഖത്തിൽ അമലി ബിൽ മുത്ലഖി എന്ന. മുത്ലഖ് കൊണ്ട് ഇവിടെ അമൽ ചെയ്യണം. മുത്ലഖ് കൊണ്ട് അമൽ ചെയ്യുന്ന സമയത്തെയും വിട്ട് മുഖയ്യദ് പിന്തി വന്നു. ആദ്യം വന്നത് മുത്ലഖ്, അതിന്റെ അമൽ എത്ര കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? മുഖയ്യദ് വരുന്നത്. ഇങ്ങനെ വന്നാൽ ഫഹുവ, അപ്പോൾ ഈ മുഖയ്യദ് നാസിഖുൻ ലിൽ മുത്ലഖി, ഈ മുത്ലഖിന്റെ വിധി ദുർബലപ്പെടുത്തുന്നതാണ്. പിന്നെ അവിടെ മുഖയ്യദ് എന്താണോ ആ വിധി അവിടെ ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെ? ബിൻ നിസ്ബത്തി ഇലാ സിദ്ഖി ബിഗൈർ മുഖയ്യദ്,
മുഖയ്യദ് ഇല്ല എന്നതുകൊണ്ട് തന്നെ മുത്തലക്ക് സാധിക്കാവുന്നുണ്ടല്ലോ. അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മുത്തലക്കിനെ മുഖയ്യദ് നാസിഖ് ചെയ്യും എന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെയല്ല പറഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെയാവാം? ബി അൻ തഅഖറ അൻ വഖ്തിൽ ഖിതാബി ബിൽ മുത്ലഖി ദൂനൽ അമലി. മുത്തലക്ക് കൊണ്ട് ഇവിടെ തെക്ലീഫ് ഉണ്ടായി, ചെയ്യാൻ തെക്ലീഫുണ്ട്. ആ തെക്ലീഫിന്റെ സമയത്തെയും വിട്ട് പിന്തിച്ചു. അമലില്ല. അമൽ കൂടാതെ മുത്തലക്ക് കൊണ്ട് ഖിതാബ് ഇവിടെ നടത്തിയിട്ടുണ്ട്. സംഭാഷണം ചെയ്യണമെന്നില്ല ഖിതാബ്. ആ ഖിതാബിന്റെ സമയത്തെയും തൊട്ട് പിന്തുക മുഖയ്യദ്. അങ്ങനെയും ഇല്ലയിൽ പെടാം. അല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം ഇല്ല എന്ന അർത്ഥത്തിൽ പെടാം. എങ്ങനെ? ഔ തഅഖറൽ മുത്ലഖു അനിൽ മുഖയ്യദി. മുഖയ്യദിനെയും വിട്ട് മുത്ലഖ പിന്തിയത്. അപ്പോഴും പറയല്ലോ ഇല്ല എന്നുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ അല്ലാന്നല്ലേ. മുഖയ്യദിനെയും വിട്ട് മുത്ലഖ് പിന്തിയാൽ, മുത്ലഖ് നിലക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? മുത്ലഖ് നിലക്ക് പിന്തി എന്നതാ. മുത്ലഖ് നിലക്ക് പിന്തുമ്പോ അവിടെ അമൽ അതൊരു ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ. അല്ലെങ്കിൽ മൂന്നാമത്തെ രൂപം ഇല്ല എന്നിൽപ്പെടാം. ഔ തഖാറന, മുഖയ്യദും മുത്ലഖും രണ്ടും അന്വരിച്ചു ഒപ്പം വന്നു, മൂന്നാമത്തെ രൂപം. അല്ലെങ്കിൽ ഇല്ല എന്നതിന് ഔ ജുഹില താരിഖുമ, മുഖയ്യദാണോ മുത്ലഖാണോ മുന്തിയത് പിന്തിയത് ചരിത്രം അറിയൂല. അത് രണ്ടും വന്നത് എപ്പോഴാന്നൊരു ഡേറ്റ് അറിയൂല. ഇങ്ങനെ 4 രൂപങ്ങൾ ഇല്ല എന്ന് പറയുന്നതിൽ പെടുന്നുണ്ട്. ഈ രൂപത്തിൽ വന്നാൽ എന്താ അവിടെ ചെയ്യാ? അവിടെ നെസ്ഖ് ചെയ്യുന്ന പണിയാണോ? അല്ല. ഹുമിനൽ മുത്ലഖു അലൈഹി, എന്നാൽ മുത്ലഖായി വന്നതിനെ നേരെ മുഖയ്യദിന്റെ മേൽ അങ്ങ് ചുമത്തും. മുഖയ്യദ് എന്താ പറഞ്ഞു? അതിന് മേൽക്ക് ഈ മുത്ലഖിനെ കൊണ്ടത് ചുമത്തും. അപ്പൊ ഉദാഹരണമായി പറയാ, ആയത്തിഖ് റഖബത്തൻ, നീ ഒരു അടിമയെ മോചിപ്പിക്കണം, അത് മുത്ലഖ. മുഖയ്യദ് ഇപ്പൊ എന്താ ഉള്ളത്? ആയത്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ, മുഅ്മിനായ. അപ്പൊ ആയത്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ എന്ന് പറഞ്ഞ ആ മുഖയ്യദിന്റെ മേലില് ആയത്തിഖ് റഖബത്തൻ എന്ന് പറഞ്ഞ് ചുമത്തിയിട്ട് അങ്ങനെ ആക്കണം എന്നാണ്. എന്താ? ജംഅൻ ബൈന ദലീലൈനി, മുത്ലഖുൻ ലക്ഷ്യാണ്, മുഖയ്യദും ലക്ഷ്യമാണോ. അപ്പൊ 2 ദലീലിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു. അങ്ങനെയാ വക്കീൽ. അവിടെ അഭിപ്രായം ഉണ്ട് കേട്ടോ. എന്താ അഭിപ്രായം? അൽ മുഖയ്യദു നാസിഖുൽ മുത്ലഖി, മുത്ലഖിനെ നസ്ഖ് ചെയ്യുന്നതാണ് മുഖയ്യദ്. എപ്പോ? ഇൻ തഅഖറ അൻ വഖ്തിൽ ഖിതാബി ബിഹി, മുത്ലഖ് കൊണ്ട് ഖിതാബ് ഇട്ട സമയം അവിടെ ഉണ്ട്. ആ സമയത്തെയും വെട്ടി എന്ത് ചെയ്യുന്നറിയാമോ? മുഖയ്യദ് പിന്തി വന്നു. ഏതുപോലെ? കമാലോ തഅഖറ വഖ്തിൽ അമലി ബിഹി, മുഖയ്യദ് മുത്ലഖ് കൊണ്ട് അമൽ ചെയ്യുന്ന സമയത്തെയും വിട്ട് മുഖയ്യദ് പിന്തി വന്നാൽ നിസ്ഖീവല് എന്നതുപോലെ. എന്താ? രണ്ടിന്റെയും അങ്ങനെ വരാനുള്ളൊരു ജാമ്യയുടെ ജാമ്യത്താക്കൊരി പിന്തുക. മുമ്പ് പറഞ്ഞോടത്ത് പിന്തിയിലെ ആ പിന്തൽ ഇവിടെയും പിന്നില്ല. പിന്തുക എന്നൊരു രണ്ടുണ്ടല്ലോ, അത് രണ്ടോടത്തുമുണ്ട്. അപ്പൊ നെസ്ഖാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം. വഖീല, പറയപ്പെടുന്നു, യുഹ്മലുൽ മുഖയ്യദു അൽ മുത്ലഖി, അങ്ങനെയാണ്. എന്ത്? മുഖയ്യദിനെ മുത്ലഖിന്റെ മേൽ ചുമത്തപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ഖീലക്കാരിവിടെ പറയുന്നത്. അതെങ്ങനെയാ? ബി അൻ യുൽഖൽ ഖൈദു, ഖൈദാണ് ഒഴിവാക്കി കളയുക. എന്താ കാരണം? ലി അന്ന ദിക്റൽ മുഖയ്യദി, മുഖയ്യദിനെ പറയുന്നത് ദിക്റുൽ ജുസ്ഇ മിനൽ മുത്ലഖി, മുത്ലഖിൽ നിന്നുള്ള ജുസ്ഇനെ പറയലാണ്. മുഖയ്യദിനോടെ പറഞ്ഞത് മുത്ലഖിലുള്ള ജുസ് ആണ്. ആ ജുസ്ഇനെ പറയലല്ലേ. അങ്ങനെ വരുമ്പോൾ ഫലാ യുഖയ്യിദുഹു, അപ്പൊ പിന്നെ മുഖയ്യദ് മുത്ലഖിനെ ഖൈദാക്കേണ്ട ആവശ്യമല്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? മുഖയ്യദിനെ മുത്ലഖിന്റെ മേലെ ചുമത്തിയിട്ട് ഖൈദാണ് ഇല്ലാതെയാക്കുക. അതാ ചെയ്തത്. കമാ അന്ന വിക്ര ഫർദിൻ മിനൽ ആമി, ആമിൽപ്പെട്ടതായ ഒരു ഫർദ് പറഞ്ഞാല് ലാ യുഖസ്സിസുഹു, ആ ഫർദ് ആമെ തഖ്സീസാക്കൂലല്ലോ എന്നതുപോലെയെന്ന. പുൽന, നമ്മൾക്ക് അവിടെ മറുപടിയുണ്ട്. അൽ ഫർഖു ബൈനഹുമാ, മുത്ലഖ് മുഖയ്യദ് ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം അന്ന മഫ്ഹൂമൽ ഖൈദി, ഖൈദ് കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ അതിന്റെ മയന, അതായത് അതിൽ കിട്ടുന്ന മഫ്ഹൂം ഹുജ്ജത്താണ്. ബിഖിലാഫി മഫ്ഹൂമിൽ ലഖബി, ലഖബിന്റെ ലഖബ് പറഞ്ഞാൽ
ആ ലഖബിന്റെ മഫ്ഊലിന് നേരെ എതിര്. അല്ലദീ എങ്ങനത്തെ ലഖബ് ദിക്റു ഫർദി മിനൽ ആമ്മി, ആമിൽ നിന്ന് ഒരു ഫർദിനെ പറയുക എന്നുള്ളതാണല്ലോ ലഖബ്. ആ ലഖബ് ആ ഒന്ന് പറയലാകുന്നു, മിൻഹു അത് ലഖബിൽപ്പെട്ടതാണല്ലോ എന്ന് വെച്ചുകൊണ്ട് അതിന്റെ മഫ്ഹൂമിനെതിരെ അതും തെളിവല്ല, ഹുജ്ജത്തല്ല. ഹുജ്ജത്ത് മഫ്ഹൂമുൽ ഖൈദ് ഹുജ്ജത്താണ്. ഇത് വ്യത്യാസമുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെയല്ല. കമാ തഖദ്ദമ, അങ്ങനെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ ആ വിഷയം, അവിടെ നോക്കിയാലേ കിട്ടും. ഇതുവരെ മുസ്ബത്തിനെ കുറിച്ച്. ഇനി അങ്ങനല്ല, വിധിയും സബബും ഒന്നാണ്. പക്ഷേ വഇൻകാന മംഫിയൈനി, അത് രണ്ടും മുഖയ്യദും മുത്ലഖും മംഫിയായി വന്നാൽ, യഅനി ഗൈറ മുസ്ബത്തൈനി, മുസ്ബത്ത് അല്ലാതെയാവുക മംഫി എന്ന് പറഞ്ഞാൽ, അവ മൻഫിയൈനി അല്ലെങ്കിൽ രണ്ടും നെഹി ചെയ്യപ്പെട്ടതായിരിക്കുക എന്നതാണ് മൻഫിയൈനി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, ലാ യുജ്സു ഇത്ഖു മുഖാത്തബിൻ, അടിമ മോചനം എഴുതപ്പെട്ട അടിമയത്തുക്ക് ചെല്ലാൻ മതിയാകൂല. ലാ യജ്സിഉ ഇത്ഖു മുഖാത്തബിൻ കാഫിർ, കാഫിറായിരിക്കുന്ന അടിമമോചനം അത്രം എഴുതിയ അടിമയെ മോചിപ്പിച്ചാൽ മതിയാകൂല. രണ്ട് നഫിയാണല്ലോ. ഇനി ലാ താഴത്തേക്ക് മുഖാത്തബൻ, ലാ താഴത്തേക്ക് മുഖാത്തബൻ കാഫിറൻ, ഇത് മുഖയ്യദും മുത്തലക്കിന്റെയും ഉദാഹരണം, രണ്ടും നഫിയായി വന്നു. ഇങ്ങനെ വരികയാണ് എങ്കിൽ ഫഖായിലുൻ, അപ്പോൾ പറയുന്ന ആൾ പറയുന്നത് അൽ മഫ്ഹൂമു, മഫ്ഹൂമാകുന്നത് എന്ന് പറഞ്ഞാൽ അൽ ഖായിലു ബി ഹുജ്ജിയത്തി മഫ്ഹൂമിൽ മുഖാലഫ വഹുവ റാജിഹു, മഫ്ഹൂം മുഖാലഫ ഹുജ്ജിയത്താണെന്ന് പറയുന്നവൻ, മഫ്ഹൂം മുഖാലഫ ഹുജ്ജിയത്താണെന്നുള്ള റാജിഹാണ്, അത് ഹുജ്ജത്താനിലേക്ക് റാജിഹാണ്. ഇങ്ങനെ പറയുന്നവൻ പറയുന്നത് യുഖയ്യിദുഹു ബിഹി, എങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, മുത്തലഖിനെ ഖൈദാക്കപ്പെടും മുഖയ്യദ് കൊണ്ട് ഈ വിഷയത്തിൽ എന്നതാണ്. ഇങ്ങനെയാണ് അപ്പോൾ വഹിയ അൽ മസ്അലതു ഹീനഇദിൻ, അങ്ങനെ വരുമ്പോൾ ഈ മസ്അലയാകുന്നത് ഏത് മസ്അല, മംഫിയായി പറഞ്ഞ മസ്അല ഉണ്ടല്ലോ, ഇത് ഖാസും വആമുൻ, ഖാസുമാണ് ആമുമാണ്. കാരണം ലിഉമൂമിൽ മുത്ലഖി ബി സിയാഖിൻ നഫി, നഫിന്റെ ബാക്കിൽ മുത്ലഖ് വന്നാൽ അത് ആമാണ്. വനാഫിൽ മഫ്ഹൂമി, മഫ്ഹൂമിനെ നഫി ചെയ്യുന്നത് ആകുന്നു. അപ്പോ അതുകൊണ്ടാണ് ഖാസും ആമും എന്ന് പറയാൻ കാരണം. വനാഫിൽ മഫ്ഹൂമി, മഫ്ഹൂം ഹുജ്ജത്തല്ല എന്ന് പറയുന്ന ആള് യുൽ ഖൈദ, ഖൈദിനോട് ഒഴിവാക്കും. എന്നിട്ട് യജ്രിൽ മുത്ലഖ അലാ ഇത്ലാഖിഹി, മുത്തലക്ക് എങ്ങനെയാണോ അത് അതിന്റെ ഇത്ലാഖ് പോലെ നടത്തും, ഇവിടെ ഖൈദാക്കാൻ നിൽക്കൂലെന്നർത്ഥം. വഇൻകാന അഹദുഹുമ അംറൻ വല്ലാഖറു നഹിയ, ഇനി മുഖയ്യദ് മുത്തലക്ക് ഇവ രണ്ടിൽ ഒന്ന് അംറും മറ്റൊന്ന് നഹിയുമായാൽ, അഅ്തിഖ് റഖബത്തൻ ലാ തഅ്തിഖ് റഖബത്തൻ കാഫിറത്തൻ, അഅ്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ ലാ തഅ്തിഖ് റഖബത്തൻ, ഇങ്ങനെ ഒന്നെന്താണെന്നറിയാമോ, അംറും മറ്റൊന്ന് നഹിയുമാണ്. ഇങ്ങനെ രണ്ടു ഉദാഹരണം ഇവിടെ കൊടുത്തു ആമായിട്ട്. എങ്കിൽ ഫൽ മുത്ലഖു മുഖയ്യദുൻ ബിദിദ്ദി സിഫതി ഫിൽ മുഖയ്യദി, മുഖയ്യദിൽ കൊടുത്ത വിശേഷണമുണ്ടല്ലോ സിഫത്ത്, ആ സിഫത്തിന് നേരെ എതിരങ്ങട്ട് കൊടുത്ത് മുത്ലഖിനെ മുഖയ്യദാക്കാം. അഅ്തിഖ് റഖബത്തൻ, പിന്നെ ലാ തഅ്തിഖ് റഖബത്തൻ കാഫിറത്തൻ, അഅ്തിഖ് റഖബത്തൻ എന്ന് പറഞ്ഞിട്ട് ലാ തഅ്തിഖ് റഖബത്തൻ കാഫിറത്തൻ അല്ലേ. ഇവിടെ മുഖയ്യദാണ് ലാ തഅ്തിഖ് റഖബത്തൻ കാഫിറത്തൻ, ഇവിടെ കാഫിറത്ത് എന്നൊരു സിഫത്ത് കൊടുത്തു. നേരെ എന്തുണ്ടാകാം, മുഅ്മിൻ. അപ്പൊ അഅ്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ എന്ന് കൊടുത്ത് മുത്ലഖിനെ മുഖയ്യദാക്കാം. അഅ്തിഖ് റഖബത്തൻ മുഅ്മിനത്തൻ, ഇവിടെ എന്ത് ചെയ്തു, അംറ് മുഖയ്യദായി, നഹിയോ ലാ തഅ്തിഖ് റഖബത്തൻ മുത്ലഖുമാണ്. എങ്കിൽ മുഅ്മിനത്തിന് നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് നേരെ കൊടുക്കുക ആമിന് റഖബത്തൻ കാഫിറത്തൻ എന്ന് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വകുപ്പുകള്. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം, ആ രണ്ടും ഒരുമിച്ച് കൂടി. ഫൽ മുത്ലഖു ഫിൽ മിസാലി അൽ അവൽ, ആദ്യത്തെ ഉദാഹരണത്തിൽ ഉള്ള മുത്ലഖ് മുഖയ്യദും ബിൽ ഈമാനി, ഈമാൻ കൊണ്ട് എന്ത് ചെയ്തു, ലാ തഅ്തിഖ് റഖബത്തൻ, അഅ്തിഖ് റഖബത്തൻ എന്നതിന് ഈമാൻ കൊടുത്ത് റഖബത്തൻ മുഅ്മിനത്തൻ എന്നാക്കാം.
ഒബിസാരി രണ്ടാമത്തേതിലോ മുഖയ്യദൻ ബിൽ കുഫർ, കുഫർ കൊണ്ടാണ്. ലാ താഴ്ത്തിക്ക് റഖബത്ത് എന്തുകൊടുക്കുക, കുഫർ. അപ്പൊ കാഫിറത്തൻ എന്നായി. സബബോ, ഇപ്പോ അങ്ങനെ ഈ സബബാണ്. സബബ് വൈരുദ്ധ്യമായി വന്നാൽ വിധി രണ്ടുമായിത്തിഹാദിൽ ഹുക്കുമക്കളോട് കൂടെ കമാബി ഖൗലിഹി തആല, അള്ളാന്റെ വാക്കിലുള്ളത് പോലെ. എന്താ അള്ളാന്റെ വാക്ക്? ഫീ കഫാറത്തിൽ ലിഹാർ, ലിഹാറിന്റെ കഫാറത്തിൽ അല്ല പറഞ്ഞു ഫതഹ്രീറു റഖബ, അഥവാ മുത്ലഖ. വബി കഫാറത്തിൽ ഖത്ലി, ഖത്ലിന്റെ കഫാറത്തിൽ അല്ല പറഞ്ഞു ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ എന്ന്. രണ്ടും വ്യത്യസ്തമായ കാരണങ്ങളാണ്. രണ്ടിന്റെ വിധി ഒന്നാണ് താനും. രണ്ടിടത്തും കഫാറത്ത് കൊടുക്കണം, കാരണം രണ്ടായി. ഇങ്ങനെ വരികയാണ് എങ്കിൽ അവിടെ ഫഖാല അബു ഹനീഫ, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ യുഹ്മലുൽ മുത്ലഖു അലൽ മുഖയ്യദി ഫീ ദാലിക, ഈ വിഷയത്തിൽ മുഖയ്യദ് ഏതാണോ അതിന്റെ മേൽ മുത്ലഖിനെ കൊണ്ട് ചുമത്തപ്പെടാൻ പറ്റൂല. കാരണം ഇഖ്തിലാഫി സബബി, കാരണങ്ങൾ രണ്ടും വ്യത്യസ്തമല്ലേ, വ്യത്യാസമായ കാരണം ഉണ്ടായതുകൊണ്ട്. ഫയുബഖൽ മുത്ലഖു അലാ ഇത്ലാഖി, ഇങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യൂല, അവിടെ മുത്ലഖിനെ അതിന്റെ ഇത്ലാഖിന്റെ മേൽ അവശേഷിപ്പിക്കപ്പെടും എന്നാണ് ഇമാം അബു ഹനീഫ തങ്ങൾ പറയുന്നത്. വഖീല, പറയപ്പെടുന്നു യുഹ്മലു അലൈഹി ലഫ്ളൻ, ആശയപരമായിട്ടല്ല എങ്കിൽ ലഫ്ളൻ നിലക്ക് മുത്ലഖിനെ എന്താക്കും, മുഖയ്യദിന് മേൽ ചുമത്തപ്പെടും. അതെങ്ങനെ? ബി മുജറദി വുറൂദിൽ ലഫ്ളിൽ മുഖയ്യദ് മിൻ വൈരി ഹാജത്തി ഇലാ ജാമിഅ, രണ്ടിനും ജാമിയാക്കുന്ന ഒരു കാര്യം നോക്കണ്ട. ജാമി എന്താണോ അതിലേക്കൊന്നും നോക്കൽ ഇല്ലാതെ മുഖയ്യദായ പദം വന്നില്ലേ അതുപോലെ തന്നെ ലഫ്ള് നിലക്ക് ചുമത്തും എന്നാ. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് യുഹ്മലു അലൈഹി, ഈ രണ്ടു കൂട്ടരും പറഞ്ഞ നേരെതിരാ. ഒരു രണ്ടെണ്ണം പറഞ്ഞ തെളിവൊന്നല്ല ഇമാം ഷാഫി കൊടുക്കുന്നത്. റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നത് മുഖയ്യദിന്റെ മേലിൽ മുത്ലഖിനെ ചുമത്തും, ലഫ്ള് നിലക്കൊന്നും അല്ല. ഇവിടെ ഖിയാസൻ, ഖിയാസായിട്ട് ചുമത്താം, അതിന് വിരോധമില്ല എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ഫലാബുദ്ധ, അങ്ങനെ വരുമ്പോൾ കൂടാതെ കഴിയൂല മിൻ ജാമിയും ബൈനഹുമ, മുത്ലഖിന്റെയും മുഖയ്യദിനും ഇടയിൽ ജാമ്യമാണ്. വഹുവ ബിൽ മിസാൽ മദ്കൂരി, പറയപ്പെട്ട ഉദാഹരണത്തിൽ ഹിർമത്തു സബബിയത്തിഹിമ, ലിഹാർ ഖത്ൽ, ഇത് രണ്ടിന്റെയും സബബ് എന്താവുക, എതിരാവുക എന്നുള്ളതാണ്. വൈത്തഹദൽ മൂജിബ് ഫീഹിമ, ഇനി അത് രണ്ടിലെയും സബബ് രണ്ടായി ഒന്നായി വന്നാൽ വഖ്തലഫ ഹുക്മുഹുമ, അത് രണ്ടിന്റെയും വിധികൾ എതിരാവുകയും ചെയ്താൽ കമാബി ഖൗലിഹി തആല ഫി തയമ്മുമി, തയമ്മത്തിന്റെ ബാവിൽ അല്ലാഹു തആല ആയത്തിറക്കിയതുപോലെ ഫംസഹു ബി വുജൂഹിക്കും വ ഐദിയക്കും, നിങ്ങളുടെ മുഖങ്ങളെയും നിങ്ങളുടെ കരങ്ങളെയും നിങ്ങൾ തടവുക എന്നാണ് തയമ്മത്തിൽ അല്ലാഹു പറഞ്ഞത്. വഫിൽ വുളൂഇ, വുളൂഇന്റെ കാര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും മിനൽ മറാഫിഖിന, നിങ്ങളുടെ മുഖങ്ങളെയും നിങ്ങളുടെ കരങ്ങളെയും മുട്ടുവരെ നിങ്ങൾ എന്ത് വേണം, കഴുകണം എന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ രണ്ടിന്റെ കാരണം ഒന്നാണ് എങ്കിലും വിധി രണ്ടായിപ്പോയി. വൽ മൂജിബു ലഹുമ അൽ ഹദസു, തയമ്മം ചെയ്യുവാനും ഒന്നുണ്ടാക്കുവാനും കാരണം അശുദ്ധിയാണ്. വിധിയുടെ വ്യത്യാസം ഇഖ്തിലാഫുൽ ഹുക്മി മിനൽ മസ്കിൽ മുത്ലഖി വഅസ്ൽ മുഖയ്യദ് ബിൽ മിർഫഖി വാളിഹുൻ, തയമ്മത്തിൽ മുത്ലഖായിട്ടാണ് തടയാൻ പറഞ്ഞ വിധി. മുഖയ്യദായ വളുവിന്റെ കാര്യത്തിലോ മിർഫഖ്, മുട്ടുവരെ എന്നും പറഞ്ഞു, അത് വിശാലമായ വിധിയുമാണ്. ഇങ്ങനെ വരുമ്പോൾ ഫഅലൽ ഖിലാഫി മിൻ അന്നഹു ലാ യുഹ്മലു മുത്ലഖു അലൽ മുഖയ്യദി ഔ യുഹ്മലു അലൈഹി ലഫ്ളൻ ഔ ഖിയാസൻ വഹുവ റാജിഉ വൽ ജാമിഉ ബൈനഹുമാ ഫിൽ മിസാൽ മദ്കൂരി ഇഷ്തിറാഖുഹുമാ ഫീ സബബി ഹുക്മിഹിമാ എന്നുള്ളതാണ്. നമ്മുടെ ഖിലാഫുണ്ട്. എന്താ ഖിലാഫ്? മുത്ലഖിനെ മുഖയ്യദിന് മേൽ ചുമത്തൂല, അല്ലെങ്കിൽ ലഫ്ള് നിലക്ക് ചുമത്തും, അല്ലെങ്കിൽ ഖിയാസിയായിട്ട് ചുമത്തും എന്നുള്ളത്. ഖിയാസിയായി ചുമത്തുക എന്ന് പറഞ്ഞ റാജിയായി വിലപ്പെട്ട അഭിപ്രായമാണ്. അപ്പൊ മുഖയ്യദ് മുത്ലഖ് ഇത് രണ്ടിനും ജാമ്യമുള്ളത് ഒന്നാം പറയപ്പെട്ട ഉദാഹരണത്തിൽ രണ്ടും വിധിയുടെ കാരണത്തിൽ കൂറാവുക എന്നുള്ളതാണ്, മറ്റൊന്നിലും അല്ല എന്നതാണ്. അങ്ങനെ ജമ്മിന്റെ 22ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ദുആയോടുകൂടി, ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.